Good morning, students. So, today we are going to our online class again after the half yearly examination, and we have completed our 8 chapters, and now we are going to our 9th lesson. ഇനി മിസ് പഠിപ്പിക്കാൻ പോകുന്ന അതായത് 3 ലെസൺസ് ഉണ്ട്. 9, 10, 11 ഈ 3 ലെസൺസ് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് പോർഷൻസ് ഇല്ലാത്തതാണ്. അപ്പം ഇനി അടുത്തുള്ള എക്സാമിന് വേണ്ടി 12 തൊട്ട് മതി. പക്ഷേ ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് മിസ് ജസ്റ്റ് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആ ലെസൺ റീഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ ആൻസറായിട്ട് പഠിക്കേണ്ട, ജസ്റ്റ് ഗോസ് ത്രൂ ദി ലെസൺ ബൈ റീഡിങ്. ഓക്കെ, ദ ലൈവ്ലി ഈസ്റ്റ്. Here are the names of a few cities in eastern India. Color the capital cities. ഫസ്റ്റ് അതിന് ഗെറ്റ് സെറ്റ് എന്നുള്ള ഹെഡിങ്ങിൽ കുറേ പ്ലേസസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സ്റ്റേറ്റ്സിൻ്റെ ക്യാപിറ്റൽസ് ഉണ്ട് അതിനകത്ത്. അതായത് എല്ലാം ക്യാപിറ്റൽസ് അല്ല, ചിലത് മാത്രമേ ഉള്ളൂ ക്യാപിറ്റൽസ് ആയിട്ടുള്ളത്. നിങ്ങൾ പേജ് നമ്പർ 27 മാപ്പുണ്ട്. ആ മാപ്പിൽ നോക്കിയിട്ട് ഏതൊക്കെയാണ് ക്യാപിറ്റൽ സിറ്റീസ് വരുന്നത് അത് മാത്രം കളർ ചെയ്യുക. അവരൊരെണ്ണം ചെയ്തിട്ടുണ്ട്, കൊൽക്കത്ത. ബാക്കി നിങ്ങൾ നോക്കുക. പ്ലേസസ് ഒന്ന് വായിക്കാം മിസ്സ്. ഇറ്റാനഗർ, ദിമാപൂർ, റാഞ്ചി, ദിസ്പൂർ, ഗാംഗ്ടോക്ക്, കൊൽക്കത്ത, പുരി, ബിലാസ്പൂർ, ഐസ്വാൾ. ഇത്രയാണ് പ്ലേസസ്. അതിലെ ക്യാപിറ്റൽ സിറ്റീസ് മാത്രം നിങ്ങൾ കളർ ചെയ്യുക. ഓക്കെ, so going to the lesson. First, in this lesson we will read about some cities in eastern India. ഈസ്റ്റിൽ വരുന്ന കുറേ സിറ്റീസാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഇനി ആ മാപ്പിൽ 9.1 മാപ്പ് കൊടുത്തിട്ടുണ്ട്, ലൈവ്ലി ഈസ്റ്റ് എന്ന് പറഞ്ഞ്. അവിടെ ആ പ്ലേസസ് ഒക്കെ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ഇന്ത്യയുടെ ഈസ്റ്റിൽ വരുന്ന പ്ലേസസ്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊൽക്കത്തയാണ്. കൊൽക്കത്ത ഈസ് ദ ക്യാപിറ്റൽ ഓഫ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിൻ്റെ ക്യാപിറ്റലാണ് കൊൽക്കത്ത. ഇറ്റ് വാസ് ഏർലിയർ കോൾഡ് കൽക്കട്ട. നേരത്തെ ഇതിന് വിളിച്ചിരുന്നത് കൽക്കട്ട എന്നാണ്. കൊൽക്കത്ത ഈസ് സിറ്റുവേറ്റഡ് അലോങ് ദ ബാങ്ക് ഓഫ് റിവർ ഹൂഗ്ലി. അതായത് കൊൽക്കത്ത സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഏത് നദിയാണ്? റിവർ ഹൂഗ്ലിയാണ്. ഇറ്റ് ഈസ് എ മേജർ പോർട്ട്. ഒരു മേജർ പോർട്ടാണ്, ഒരു തുറമുഖം. അതായത് മേജറായിട്ടുള്ള ഇന്ത്യയിലെ ഒരു പോർട്ടാണ് ഏത്? കൊൽക്കത്ത. ദ ഹാങ്ങിങ് ബ്രിഡ്ജ് ഓൺ ദ ഹൂഗ്ലി വാസ് കോൾഡ് ഹൗറ ബ്രിഡ്ജ്. ഇനി അവിടെ ആ റിവറിലുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഹൗറ ബ്രിഡ്ജ്. ഇപ്പോൾ അതിനെ വിളിക്കുന്നത് രവീന്ദ്ര സേതു എന്നാണ്. ഇറ്റ് ഈസ് നൗ കോൾഡ് രവീന്ദ്ര സേതു. അനദർ ബ്രിഡ്ജ് വാസ് ബിൽട്ട് ഓൺ ദി റിവർ. വേറൊരു ബ്രിഡ്ജും അതിൽ പണിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് വിദ്യാസാഗർ സേതു. അതിനെ വിളിക്കുന്നത് എന്താണ്? വിദ്യാസാഗർ സേതു. അപ്പോൾ 2 റിവേഴ്സ് ഉണ്ട്, ഹൗറ ബ്രിഡ്ജ് ആൻഡ് വിദ്യാസാഗർ സേതു. ഇനി അതിൻ്റെ താഴെ നമുക്ക് കാണാം വിക്ടോറിയ മെമ്മോറിയൽ. അതായത് അത് പണിഞ്ഞിരിക്കുന്നത് ക്വീൻ വിക്ടോറിയയുടെ, ഇംഗ്ലണ്ടിലെ രാജ്ഞിയായിരുന്ന ക്വീൻ വിക്ടോറിയയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതൊരു മ്യൂസിയമാണ് കൽക്കത്തയിലെ. ഇനി അവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് നോക്കാം. കൊൽക്കത്ത ഈസ് നെയ്തർ ഹോട്ട് നോർ കോൾഡ്. അതായത് കൂടുതൽ ചൂടും വലിയ തണുപ്പും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇറ്റ് റിസീവ്സ് ഹെവി റെയിൻ ബിറ്റ്വീൻ ജൂൺ ആൻഡ് സെപ്റ്റംബർ. ജൂണിനും സെപ്റ്റംബറിനും ഇടയിലായിട്ട് നല്ല മഴ കിട്ടുന്ന സമയം. ആൻഡ് ദ വെദർ ഈസ് വാം ആൻഡ് ഹ്യൂമിഡ് ഡ്യൂറിങ് ദീസ് മന്ത്സ്. മഴയുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു മന്ത്സിൽ എന്താണ്? വാം ആൻഡ് ഹ്യൂമിഡാണ്. ആവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ടൈമിൽ. ദെൻ പീപ്പിൾ, അവിടുത്തെ ആൾക്കാർ ഇടുന്ന ഡ്രസ്സസിനെ പറ്റിയൊക്കെ പറയുന്നത്. മോസ്റ്റ് മെൻ വിയർ ധോത്തി കുർത്ത ഓർ ഷർട്ട് ട്രൗസേഴ്സ്. അവിടെ ഉള്ള മെൻ, അതായത് പുരുഷന്മാർ ധരിക്കുന്ന ഡ്രസ്സസ് ഏതൊക്കെയാണ്? ധോത്തി കുർത്തയും ഷർട്ട് ട്രൗസേഴ്സ്. ഇനി വിമൻ വിയർ സാരീസ്, സൽവാർ കമ്മീസ്, ജീൻസ് ആൻഡ് സ്കേർട്ട്സ് ആൻഡ് ദീസ് ആർ ദ ഡ്രസ്സസ്. ഇപ്പോൾ ഇത്തരം ഡ്രസ്സസ്സാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ ഇടുന്നത്. ഇനി ബംഗ്ല ഈസ് ദ മെയിൻ ലാംഗ്വേജ്. അപ്പം കൊൽക്കത്തയിലെ മെയിൻ ലാംഗ്വേജാണ് ബംഗ്ല. മോസ്റ്റ് പീപ്പിൾ ഈറ്റ് റൈസ്. ചോറാണ് അവിടുത്തെ കൂടുതൽ ആൾക്കാരും കഴിക്കുന്നത്. ഫിഷ് കറി ആൻഡ് രസഗുള ആർ ദ പോപ്പുലർ ഫുഡ് ഐറ്റംസ്. ഫിഷ് കറിയും രസഗുളയൊക്കെ അവിടെ പോപ്പുലറായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. പീപ്പിൾ എൻജോയ് സെലിബ്രേറ്റിംഗ് ഫെസ്റ്റിവൽസ്. ദുർഗാപൂജ ഈസ് ദ മെയിൻ ഫെസ്റ്റിവൽ. അവിടെ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മെയിൻ ഫെസ്റ്റിവലാണ് ദുർഗാപൂജ. പീപ്പിൾ ഓൾസോ ലൈക്ക് ടു വാച്ച് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ. അവിടെയുള്ളവർക്ക് ഫുട്ബോൾ, ക്രിക്കറ്റൊക്കെ വാച്ച് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. ഇനി അവിടുത്തെ ഇൻഡസ്ട്രീസ്. There are many industries in Kolkata. Jute, silk, rice, paper and chemicals are a few important industries. അതായത് കൊൽക്കത്തയിലുള്ള കുറേ ഇൻഡസ്ട്രീസാണ് ജൂട്ട്, സിൽക്ക്, റൈസ്, പേപ്പർ ആൻഡ് കെമിക്കൽസ്. ഇനി അവിടുത്തെ ട്രാൻസ്പോർട്ട്. കൊൽക്കത്ത ഹാസ് ആൻ അണ്ടർഗ്രൗണ്ട് മെട്രോ. അതായത് ഒരു അണ്ടർഗ്രൗണ്ട് മെട്രോ ഒക്കെ ഉണ്ട് അവർക്ക്. പിന്നെ ട്രാംസ് എന്ന് പറയുന്നത് പണ്ട് റെയിൽവേ ട്രാക്ക് പോലുള്ള ട്രാക്കിൽ കൂടി ബസ്സസ് പോകുമായിരുന്നു. അതായത് അങ്ങനെ ഒരു റോഡിൽ തന്നെ ഉള്ളൊരു ട്രാക്ക് പോലെ ആക്കിയിട്ടിട്ടുള്ളൂ. അതിൽ കൂടി പോകുന്ന ബസ് പോലത്തെ ഒരു വെഹിക്കിൾ പോകും. അതിനെയാണ് ട്രാംസ്. അതായത് പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ട്രാൻസ്പോർട്ടേഷനാണ്. കൊൽക്കത്ത ഈസ് ദ ഓൺലി സിറ്റി വെയർ ട്രാംസ് ആർ സ്റ്റിൽ. ഇപ്പോഴും അവിടെ അത് യൂസ് ചെയ്യുന്നുണ്ട്.
ദ മെയിൻ റെയിൽവേ സ്റ്റേഷൻസ് ആർ ഹൗറ ആൻഡ് സീൽദ. അവിടെയുള്ള രണ്ട് മെയിൻ റെയിൽവേ സ്റ്റേഷൻസിൻ്റെ പേരാണ് ഏതൊക്കെ? ഹൗറയും സീൽദ. ഇനി അവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് പറയുന്നത്. ദർ ആർ മെനി പ്ലേസസ് ടു സീ ഇൻ ദ സിറ്റി. വിക്ടോറിയ മെമ്മോറിയൽ, ഫോർട്ട് വില്യം, ബിർള പ്ലാനറ്റേറിയം, അലിപൂർ സൂ, നിക്കോ പാർക്ക്, രവീന്ദ്ര സരോവർ, ബേലൂർ മഠ് ആൻഡ് സയൻസ് സിറ്റി. ഇത്രയാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസസ്. അതിൻ്റെ താഴെ ദുർഗാപൂജയുടെ പിക്ചറൊക്കെ കാണാം. നെക്സ്റ്റ് ഭുവനേശ്വറാണ്. ഭുവനേശ്വർ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഒഡീഷ. ഒഡീഷയുടെ ക്യാപിറ്റലാണ് ഏത്? ഭുവനേശ്വർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സിറ്റി ഓഫ് ടെമ്പിൾസ്. ഇനി ഭുവനേശ്വറിനെ വിളിക്കുന്ന സിറ്റി ഓഫ് ടെമ്പിൾസ് എന്നാണ്. സമ്മേഴ്സ് ആർ ഫ്രം മാർച്ച് ടു മെയ്. മാർച്ച് തൊട്ട് മെയ് വരെ സമ്മറാണ്. ആൻഡ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ്. ആ ടൈമിൽ എന്താണ്? വളരെ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റാണ്. വിൻഡോസ് ആർ നോട്ട് വെരി കോൾഡ്. അതായത് വിൻഡോസ് ഒന്നും വലിയ തണുപ്പില്ല. ഒഡിയ ഈസ് ദ മെയിൻ ലാംഗ്വേജ്. അവിടുത്തെ മെയിൻ ലാംഗ്വേജ് ഏതാണ്? ഒഡിയ. നെക്സ്റ്റ്, ഖണ്ഡഗിരി ആൻഡ് ഉദയഗിരി ആർ ഫേമസ് ഫോർ ദെയർ റോക്കറ്റ് കേവ്സ്. അതായത് റോക്കറ്റ് ഗുഹയ്ക്ക്, അതായത് റോക്കറ്റ് പാറയ്ക്കകത്ത് ഗുഹ പോലൊക്കെ ആക്കി വെച്ചേക്കുന്നതിന് വളരെ ഫേമസ് ആണ് ഏത്? ഖണ്ഡഗിരി ആൻഡ് ഉദയഗിരി. ദ ഒഡീഷ സ്റ്റേറ്റ് മ്യൂസിയം, പഥനി സാമന്ത പ്ലാനറ്റേറിയം, നന്ദൻകാനൻ സൂ, കാഞ്ചിയ ലേക്ക്. ഒഡീഷ സ്റ്റേറ്റ് മ്യൂസിയം, പഥനി സാമന്ത പ്ലാനറ്റേറിയം, നന്ദൻകാനൻ സൂ ആൻഡ് കാഞ്ചിയ ലേക്ക് ആർ സം പ്ലേസസ് പോപ്പുലർ വിത്ത് ടൂറിസ്റ്റ്. അവിടുത്തെ പോപ്പുലറായിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഭുവനേശ്വർ ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് സ്റ്റോൺ വർക്ക്. സ്റ്റോൺസിലൊക്കെയുള്ള വർക്ക്, പിന്നെ ബെൽ മെറ്റൽ വർക്ക്, വുഡ് കാർവിങ്, പട്ടചിത്ര പെയിൻറ്റിങ്സ്, ഇതിനൊക്കെ വളരെ ഫേമസ് ആണ്. അവിടുത്തെ ക്രാഫ്റ്റും ആർട്ടും ഒക്കെയാണത്. ഇനി അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിഥ. പിഥ ഈസ് എ പോപ്പുലർ ഡിഷ് ഓർ ഭുവനേശ്വർ. ഇത്രയാണ് ഭുവനേശ്വറിനെ പറ്റി. നെക്സ്റ്റ് ഈസ് ഗുവാഹത്തി. ഗുവാഹത്തി ഈസ് ദ ബിഗസ്റ്റ് സിറ്റി ഇൻ ആസാം. ആസാമിലെ ഒരു ബിഗസ്റ്റ് സിറ്റിയാണ് ഏത്? ഗുവാഹത്തി. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് അലോങ് ദ ബാങ്ക് ഓഫ് ദ റിവർ ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് ഗുവാഹത്തി സിറ്റുവേറ്റ് ചെയ്യുന്നത്. പീപ്പിൾ സ്പീക്ക് ആസാമീസ് ആൻഡ് ബംഗ്ല. അവിടെയുള്ള ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ഏതൊക്കെയാണ്? ആസാമീസ് ആൻഡ് ബംഗ്ല. ആസാമിൻ്റെ ക്യാപിറ്റലാണ് ഗുവാഹത്തി. ഇനി ഗുവാഹത്തി ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് വുളൻ ഷോൾസ്. അതായത് അവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ്സ്, വുളൻ ഷോൾസിനൊക്കെ വളരെ ഫേമസ് ആണ്. സം പ്ലേസസ് ഓഫ് ടൂറിസ്റ്റ് ഇൻട്രസ്റ്റ് ആർ. ഇനി കുറേ ടൂറിസ്റ്റ് അട്രാക്ഷൻ അവിടുത്തെ കാമാഖ്യ ടെമ്പിൾ, സ്റ്റേറ്റ് മ്യൂസിയം, ശ്രീമന്ത ശങ്കരദേവ കാലക്ഷേത്ര ആൻഡ് ദ ഫോറസ്റ്റ് മ്യൂസിയം. എന്തൊക്കെയാണ്? കാമാഖ്യ ടെമ്പിൾ, സ്റ്റേറ്റ് മ്യൂസിയം, ശ്രീമന്ത ശങ്കരദേവ കാലക്ഷേത്ര ആൻഡ് ദ ഫോർട്ട് മ്യൂസിയം. ഇത്രയാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ. ഇനി അവിടുത്തെ ഒരു മെയിൻ ഫെസ്റ്റിവലാണ് ബിഹു. അവിടുത്തെ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ബിഹു. ഇനി അവിടെ ചെക്ക് പോയിൻ്റ് ഉണ്ട്, ട്രൂ ഓർ ഫോൾസ്. വിദ്യാസാഗർ സേതു ഈസ് ബിൽറ്റ് ഓൺ റിവർ ഗംഗ. നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു വിദ്യാസാഗർ സേതു റിവർ ഗംഗയിലാണെന്ന്. അല്ല, ഏത് റിവറിലാണ്? ഹൂഗ്ലിയിലാണ്. മോസ്റ്റ് പീപ്പിൾ ഇൻ കൊൽക്കത്ത സ്പീക്ക് ബംഗ്ല. കൊൽക്കത്തയിലുള്ള ആൾക്കാർ കൂടുതലും സംസാരിക്കുന്ന ഭാഷയാണ് ഏത്? ബംഗ്ല. ട്രൂ ആണ്. നെക്സ്റ്റ്, ഭുവനേശ്വർ ഹാസ് മെനി ടെമ്പിൾസ്. അല്ലേ, ഭുവനേശ്വർ ഇപ്പം നമ്മൾ പഠിച്ച സിറ്റി ഓഫ് ടെമ്പിൾസ്, ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. ബിഹു ഈസ് ദ മെയിൻ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ ഗുവാഹത്തി. അല്ലേ, ഗുവാഹത്തിയിലെ, അതായത് ആസാം, അവിടുത്തെ ഒരു മെയിൻ ഫെസ്റ്റിവലാണ് ഏത്? ബിഹു. സോ നെക്സ്റ്റ് അടുത്ത പ്ലേസ് കൊഹീമ. കൊഹിമ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് നാഗാലാൻഡ്. നാഗാലാൻഡിൻ്റെ ക്യാപിറ്റലാണ് കൊഹിമ. അവിടുത്തെ ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഒരാൾ നിൽക്കുന്നത് നമുക്ക് കാണാം. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സിറ്റി. സമ്മേഴ്സ് ആർ പ്ലസൻറ്റ് ആൻഡ് വിൻറ്റേഴ്സ് ആർ ചില്ലി. സമ്മേഴ്സ് വളരെ പ്ലസൻ്റ് ആണ്, വിൻ്റർ എന്ന് പറഞ്ഞാൽ വളരെ തണുപ്പുമാണ്. മെനി പീപ്പിൾ സ്പീക്ക് അങ്കാമി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് അവിടെ ഉള്ളവർ കൂടുതലും സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് ഈസ് ഓൾസോ വൈഡ്ലി സ്പോക്കൺ. ഇംഗ്ലീഷും അവിടെ ആൾക്കാർ കൂടുതലായിട്ട് സംസാരിക്കാറുണ്ട്. നെക്സ്റ്റ്, there are many places to see such as War Cemetery, Dusuko Valley, Japfu Peak, Naga Heritage Village and picnic spot called Dusuleki. ഇതെല്ലാം അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസ് ആണ്. ഏതൊക്കെയാണ്? വാർ സെമിത്തേരി, ദുസോക്കോ വാലി, ജാപ്ഫു പീക്ക്, നാഗ ഹെറിറ്റേജ് വില്ലേജ് ആൻഡ് എ പിക്നിക് സ്പോട്ട് കോൾഡ് ദുസുലേക്ക്. ഇതെല്ലാം അവിടുത്തെ ഓരോ പ്ലേസസ് ആണ്, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇനി അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് നാഗാലാൻഡിലെ ഹോൺബിൽ ഫെസ്റ്റിവൽ. ഹോൺബിൽ ഫെസ്റ്റിവൽ ഈസ് ഹെൽഡ് ഹിയർ എവറി ഇയർ ഇൻ ഡിസംബർ. എല്ലാ വർഷവും ഡിസംബറിൽ നടത്തുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഇറ്റ് അട്രാക്ട്സ് മെനി ടൂറിസ്റ്റ്. ദിസ് ഫെസ്റ്റിവൽ ഷോസ് ദ റിച്ച് കൾച്ചർ ഓഫ് നാഗാലാൻഡ്. നാഗാലാൻഡിൻ്റെ ഒരു കൾച്ചർ തന്നെ കാണിക്കുന്ന ഒരു ഫെസ്റ്റിവലാണിത്, ഹോൺബിൽ ഫെസ്റ്റിവൽ.
On the streets of Kohima, one can see people wearing both modern and traditional dresses. അതായത് നമ്മുടെ അവിടുത്തെ സ്ട്രീറ്റിലൊക്കെ നോക്കിയാൽ ആൾക്കാർ മോഡേൺ ഡ്രസ്സും ഇടാറുണ്ട്, ട്രഡീഷണൽ ഡ്രസ്സസും അവിടുത്തെ ആ തനതായ ഡ്രസ്സസും ഇടാറുണ്ട്. ഇനി നെക്സ്റ്റ് ഈസ് റായ്പൂർ. സോ റായ്പൂർ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിൻ്റെ ക്യാപിറ്റലാണ് റായ്പൂർ. ദ മഹാനദി റിവർ ഫ്ലോസ് നിയർ ദ സിറ്റി. ഇനി അതിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ്? മഹാനദി. റായ്പൂർ ഹാസ് മെനി ഇൻഡസ്ട്രീസ് സച്ച് ആസ് കോൾ, സ്റ്റീൽ ആൻഡ് അലൂമിനിയം. അവിടെ കുറേ കോള്, സ്റ്റീൽ, അലൂമിനിയത്തിൻ്റെയൊക്കെ ഇൻഡസ്ട്രീസ് ഉണ്ട്. സമ്മർ മന്ത്സ് ആർ ഹോട്ട് ആൻഡ് ഡ്രൈ. സമ്മർ വളരെ ഹോട്ടും ഡ്രൈയുമാണ്. വിൻറ്റേഴ്സ് ആർ കോൾഡ്. There are many places of tourist interest such as Vivekananda Ashram, Mahant Ghasidas Memorial Museum, Shahid Smarak Bhavan. ഇതൊക്കെയാണ് വിവേകാനന്ദ ആശ്രം, മഹന്ത് ഘാസിദാസ് മെമ്മോറിയൽ മ്യൂസിയം, ഷഹീദ് സ്മാരക് ഭവൻ. ഇത്രയാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസ്. ദ സിറ്റി ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ഹാൻഡിക്രാഫ്റ്റ്സ്. അവിടെ ഹാൻഡിക്രാഫ്റ്റൊക്കെ ഒത്തിരി ഫേമസ് ആണ്. പീപ്പിൾ സ്പീക്ക് ഛത്തീസ്ഗഡി ആൻഡ് ഹിന്ദി. 2 ലാംഗ്വേജസ് ആൾക്കാർ സംസാരിക്കും. ഒന്ന് ഛത്തീസ്ഗഡി, ഹിന്ദി. ഇനി ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള പ്ലേസ് അതിൽ റാഞ്ചി. റാഞ്ചി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ജാർഖണ്ഡ്. ജാർഖണ്ഡിൻ്റെ ക്യാപിറ്റലാണ് റാഞ്ചി. ദ സുബർണരേഖ റിവർ ഫ്ലോസ് ത്രൂ ദ സിറ്റി. അതായത് അതിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ്? സുബർണരേഖ. റാഞ്ചി എന്ന് പറയുന്ന സ്ഥലത്തിൽ കൂടി ഒഴുകുന്ന നദിയാണ് സുബർണരേഖ. ദർ ആർ മെനി വാട്ടർഫോൾസ്. ഒരുപാട് വാട്ടർഫോൾസ് ഉള്ള ഒരു സ്ഥലമാണ് റാഞ്ചി. സച്ച് ആസ് ദസം ഫോൾസ്, കുണ്ടുരു ഫോൾസ്, സീത ഫോൾസ്, ജോണ ഫോൾസ്. ഇങ്ങനെ കുറേ വാട്ടർഫോൾസ് അവിടെയുണ്ട്. ഇതൊക്കെയാണ് ദസം ഫോൾസ്, കുണ്ടുരു ഫോൾസ്, സീത ഫോൾസ് ആൻഡ് ജോണ ഫോൾസ്. ഹെൻസ് റാഞ്ചി ഈസ് ഓൾസോ നോൺ ആസ് സിറ്റി ഓഫ് വാട്ടർഫോൾസ്. അപ്പോൾ വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്ന്, സിറ്റി ഓഫ് വാട്ടർഫോൾസ് എന്നറിയപ്പെടുന്ന പ്ലേസാണ് ഏത്? റാഞ്ചി. സമ്മേഴ്സ് ആർ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ്. സമ്മർ വളരെ ഹോട്ട് ആൻഡ് ഹ്യൂമിഡാണ്. വിൻറ്റേഴ്സ് ആർ കോൾഡ്. മോസ്റ്റ് പീപ്പിൾ സ്പീക്ക് ഹിന്ദി. അവിടെയുള്ളവർ കൂടുതലും ഏതാണ്? ഹിന്ദിയാണ് ലാംഗ്വേജ്. ദേ സെലിബ്രേറ്റ് ഓൾ മേജർ ഫെസ്റ്റിവൽസ്. എല്ലാ മേജർ ഫെസ്റ്റിവൽസും അവർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ദ നക്ഷത്രവാൻ, ടാഗോർ ഹിൽ, സൺ ടെമ്പിൾ ആൻഡ് റോക്ക് ഗാർഡൻ ആർ സെയിം പ്ലേസസ് പോപ്പുലർ വിത്ത് ടൂറിസ്റ്റ്. അപ്പോൾ അവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഏതൊക്കെയാണ്? നക്ഷത്രവൻ, ടാഗോർ ഹിൽ, സൺ ടെമ്പിൾ, റോക്ക് ഗാർഡൻ. ദ സിറ്റി ഈസ് ഫേമസ് ഫോർ ഹാൻഡിക്രാഫ്റ്റ് സച്ച് ആസ് മെറ്റൽ വർക്ക്, ബാംബു ക്രാഫ്റ്റ് ആൻഡ് പൈത്കാർ പെയിൻറ്റിങ്. അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണ്? ഹാൻഡിക്രാഫ്റ്റ്സ്, മെറ്റൽ വർക്ക്, ബാംബു ക്രാഫ്റ്റ്, അതായത് മുളയും കൊണ്ടൊക്കെ ഓരോ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കും. പിന്നെ പൈത്കാർ പെയിൻറ്റിങ് അവിടുത്തെ ഒരു പെയിൻറ്റിംഗ് ആണ്. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഹാൻഡിക്രാഫ്റ്റ്സ് ദെയർ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് റാഞ്ചി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മിസ് ഇതിൻ്റെ എക്സസൈസ് ഞങ്ങൾ ചെയ്യിക്കാൻ. ടെക്സ്റ്റുള്ള ആൻസർ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ. ഒരു ലെസണിൽ കൂടെ നന്നായിട്ട് വായിക്കുക, എക്സാമിന് ഇല്ല. ഓക്കെ. ജസ്റ്റ് ഗോസ് ത്രൂ ദി ലെസൺ.